കത്തനാരിൽ നമ്മൾ കാണാൻ പോകുന്നത് സാക്ഷാൽ കടമറ്റത്ത് കത്തനാരെ തന്നെയാണ്. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും ഓരോ മലയാളിയുടെയും ഉള്ളിൽ ഉണ്ടായൊരു സംശയമാണിത്. കടമറ്റത്ത് കത്തനാർ മലയാള മണ്ണിലെ ഓരോ പുൽക്കൊടിക്കും അറിയാവുന്ന ഈ പേരിന് പിന്നിലെ കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന മഹത് ഗ്രന്ഥത്തിലൂടെ മലയാളി വായിച്ച് രസിച്ചു. നൂറ്റാണ്ടുകൾക്കിപ്പുറം പലവട്ടം സിനിമകളായി ബിഗ് സ്ക്രീനിലും സീരിയലുകളായി മിനി സ്ക്രീനിലും അവതരിച്ചപ്പോഴെല്ലാം മലയാളി പ്രേക്ഷകർ അതിനെ എന്നും ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. തിക്കുറിശി സുകുമാരൻ നായർ കടമറ്റത്ത് കത്തനാരായെത്തിയ 1966 റിലീസ് ചെയ്ത കടമറ്റത്തച്ഛനാണ് ഇന്റർനെറ്റിലെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആദ്യത്തെ കത്തനാർ ചിത്രം. ചിത്രത്തിൻ്റെതായി ഏതാനും സ്റ്റില്ലുകളും യൂട്യൂബിൽ ഒരു ഗാനവും മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പിന്നീട് 1984 പ്രേം നസീർ നായകനായ ഇതേ പേരിൽ മറ്റൊരു ചിത്രം കൂടി മലയാളത്തിലുണ്ടായി. അതിനും 20 വർഷത്തിന് ശേഷം കടമറ്റത്ത് കത്തനാർ ഒരു ടെലിവിഷൻ സീരിയലായി മലയാളികളുടെ മുന്നിലേക്കെത്തി. കത്തനാർക്ക് അതിനു മുൻപ് ഒരിക്കലും കഥകളിൽ നിന്നോ സിനിമകളിൽ നിന്നോ ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു മൈലേജ് ആ സീരിയൽ ഉണ്ടാക്കി. വീണ്ടും പ്രകാശ് പോളിനെ തന്നെ കടമറ്റത്തച്ഛനാക്കി വിവിധ ചാനലുകളിലൂടെ ഇതേ സീരിയലിന്റെ തുടർച്ച മലയാളികൾ കണ്ടു. 2001 മേഘസന്ദേശം എന്ന ചിത്രത്തിൽ കത്തനാരിന്റെ പിന്മുറക്കാരനായ ഒരു കഥാപാത്രത്തെ കണ്ടു എന്നതൊഴിച്ചാൽ നസീർ ചിത്രമിറങ്ങി 42 വർഷം കഴിയേണ്ടി വന്നു കത്തനാരെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ. ലോകയിൽ സണ്ണി വെയിൻ കത്തനാരായി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും നീലിയുടെ കഥയിൽ അയാൾക്ക് സൈഡാകേണ്ടി വന്നു. കത്തനാരെ ടൈറ്റിൽ റോളിൽ കാണാൻ കൊതിച്ചിരുന്ന ഓരോ മലയാളിയും ആഗ്രഹിച്ച, ലോകയ്ക്കും ഒരുപാട് കാലം മുന്നേ ആലോചനയും പ്രൊഡക്ഷനും ആരംഭിച്ച കത്തനാർ ഒടുവിൽ വരവായി. ആർ രാമാനന്ദന്റെ രചനയിൽ റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ ജയസൂര്യ കത്തനാരായെത്തുന്ന ചിത്രം 100 കോടിയിലേറെ രൂപ മുതൽ മുടക്കിൽ ഗോകുലം സിനിമാസാണ് നിർമ്മിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ ഇരിക്കുമ്പോൾ മുതൽ ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് കടമറ്റത്ത് കത്തനാർ തന്നെയല്ല എന്നതാണ്. കാരണം ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന പോസ്റ്ററുകളിലും ടീസറിലും ട്രെയിലറിലുമെല്ലാം മലയാളി കണ്ടു വളർന്ന സിനിമാ സീരിയലുകളും ഐതിഹ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവയായി ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുത്തരം ഇതാണ്, അത് തന്നെ, എന്നാൽ അതുപോലെയല്ല. കത്തനാരുടെ കഥകളിൽ റിസർച്ച് നടത്തിയ ആർ രാമാനന്ദ് കണ്ടെത്തിയത് അയാൾ അത്ഭുത പ്രവൃത്തി നടത്തിയിരുന്ന ഒരു വെറും പാതിരി മാത്രമായിരുന്നില്ല എന്നതാണ്. മറിച്ച് അതിതീവ്ര മാന്ത്രിക വിദ്യകൾ കൈവശമാക്കിയ ഒരു മന്ത്രവാദി കൂടിയായിരുന്നു. അതിനാൽ കത്തനാർ ഒരുങ്ങുന്നത് ഐതിഹ്യമാലയിലും സിനിമാ സീരിയലുകളിലും കണ്ട കഥകളെ പിന്തുടർന്നല്ല. ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീകാന്ത് മുരളി പറയുന്നത് ഐതിഹ്യമാലയിലെ കത്തനാരുടെ കഥയിൽ പലയിടങ്ങളിലും ഒരു നിശബ്ദതയുണ്ട്. അതിനെ പരസ്പരം ഭാവനയിൽ കണക്ട് ചെയ്യുകയാണ് റോജിൻ തോമസ് എന്ന സംവിധായകൻ ചെയ്തിട്ടുള്ളത്. ടീസറിലോ ട്രെയിലറിലോ ഒരിടത്ത് പോലും കത്തനാരെ ആ സുപരിചിതമായ കടമറ്റത്ത് കത്തനാരായി ലോഹയും കുരിശുമൊക്കെ അണിഞ്ഞ് കാണിച്ചിട്ടേയില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ കത്തനാർ കഥകളിലെ ചില സന്ദർഭങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങൾ കാണാനുമുണ്ട്. മാറാബോ കുട്ടിയായ കത്തനാരെ അഥവാ പൗലോസിനെ കൂടെ കൂട്ടുന്നതും കത്തനാർ മന്ത്രവാദികളായ നരഭോജികളിൽ നിന്നും രക്ഷപ്പെടുന്നതും കത്തനാരുടെ മാന്ത്രിക കിണറുമെല്ലാം അവയിൽ ചിലതാണ്. ട്രെയിലറിൽ പറയുന്ന കുഞ്ഞമൻ ഐതിഹ്യമാലയിലെ പുഞ്ചമൻ അല്ലെങ്കിൽ കുഞ്ചമൻ പോറ്റിയാണോ എന്ന് തീർച്ചപ്പെടുത്താൻ ഇപ്പോൾ ആവില്ല. ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത് മറ്റൊരു മാന്ത്രികനായിട്ടാണെന്നും അതുമല്ല ട്രെയിലറിലെ കുട്ടിച്ചാത്താനായിട്ടാണെന്നും വരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നു. ഏതായാലും ലോർഡ് ഓഫ് ദി റിങ്സ്, ഹാരി പോട്ടർ തുടങ്ങിയ ഹോളിവുഡ് ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ട്രെയിലറിൽ കണ്ട് അമ്പരന്നിരിക്കുന്ന പ്രേക്ഷകനെ ചിത്രം മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.